സുധേ, നീ അറിയുന്നുണ്ടോ ഇതൊക്കെ? എവിടുന്ന്? നിനക്കൊന്നും അറിയണ്ടല്ലോ അല്ലേ? നമ്മുടെ മോളുടെ കല്യാണം മുടക്കി, ആരോടൊന്നും പറയാതെ സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി നെഞ്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയി. ഞാനും നമ്മുടെ മോൻ അറിഞ്ഞില്ലത്, അറിയിച്ചില്ല അവള്. ഇവിടത്തെ മേട അവളെ തിരിച്ചു കൊണ്ടുവന്നേ. നമ്മുടെ മോള് കല്യാണ മണ്ഡപത്തിൽ ഒരുങ്ങി വന്നപ്പോ മഹാലക്ഷ്മിയെ പോലെയായിരുന്നത്. അത് കണ്ടപ്പോ ഒരു നിമിഷം ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അച്ഛൻ ഞാനാണെന്ന് തോന്നിപ്പോയി. പക്ഷേ ഖദർ മണ്ഡപത്തിൽ കയറി കഴുത്തിൽ താലി കയറാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടിയില്ല. അവളെ കെട്ടേണ്ടവൻ ഇങ്ങോട്ട് ഒളിച്ചോടിപ്പോയിരിക്കുക. ഒരിക്കലും മുടങ്ങിയ ഇനി എന്റെ മോളുടെ കല്യാണം എങ്ങനെ നടത്തുമെന്നാണ് എനിക്ക് പേടിയാകുന്നത്. എനിക്കറിയില്ല ഒന്നും. ഓരോന്ന് ഓർക്കും തോറും എനിക്ക് ജീവിതത്തിന് തന്നെ അർത്ഥമില്ലാന്ന് തോന്നുക. അതുകൊണ്ടാ ഒരു വാക്കുപോലും മിണ്ടാതെ അവൾ ഇറങ്ങിപ്പോയത്. അച്ഛാ, മാപ്പ്. എപ്പോഴും ഉള്ളൊരു ബുദ്ധിമോശത്തിന് അപ്പോഴങ്ങനെ തോന്നിപ്പോയതാ. എന്റെ അച്ഛൻ സങ്കടപ്പെടരുത്. അച്ഛന്റെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ എന്റെ കല്യാണം മുടങ്ങിയത്. ഇതെല്ലാം എന്റെ യോഗം അച്ഛ, തലവിധി. ചെറിയ പ്രായത്തിൽ തന്നെ കയ്യിലൊരു കൈക്കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അമ്മ അങ്ങ് പോയി. അച്ഛനെ പോലും കാണാനാവാതെ ഞാൻ നാട്ടിൽ ഒറ്റയ്ക്ക്. ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണെങ്കിൽ ഇന്ന് ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. ഞാനൊരു രാശിയില്ലാത്തവൾ അച്ഛ, വെറും ഭാഗ്യം കെട്ടൊരു പാഴ് ജന്മം. മോളെ, നീ അങ്ങനെയൊന്നും പറയരുത്. നീ ഭാഗ്യം കെട്ടവളാണെങ്കിൽ പിന്നെ ഞങ്ങളെല്ലാം നമ്മളല്ല അച്ഛ. ഈ കല്യാണം മുടങ്ങിയതില് നമ്മളെക്കാളൊക്കെ അപമാനാക്കില്ല മേഡത്തിനാ. എല്ലാവരുടെയും മുന്നില് മേഡം ഇങ്ങനെ തലകുനിഞ്ഞ് നിൽക്കാൻ ഞാൻ കാരണക്കാരിയായി. എല്ലാ പ്രശ്നങ്ങൾക്കും ഞാനാച്ച കാരണക്കാരി, വേറെ ആരുമല്ല. അതിങ്ങനെ വീണ്ടും വീണ്ടും ഓർക്കുമ്പോ ഓർക്കരുത്. ജീവിതത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ വീണ്ടും മുമ്പോട്ട് പോവാൻ മനുഷ്യന് ദൈവം തന്നൊരു പോംവഴിയുണ്ട്, മറവി. എളുപ്പമല്ലാന്ന് എനിക്കറിയാം, പക്ഷേ ശ്രമിച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. എന്ത് നടന്നോ അതിനെ നീ മറന്നു കളയ. നിനക്കിനി ഇന്നലകൾ വേണ്ട, നാളുകൾ മതി. ഇപ്പൊ ഇത്രയൊക്കെ സഹിച്ചില്ലേ? നിനക്ക് ദൈവം കാത്തുവെച്ചിരിക്കുന്നത് നല്ല നല്ല നാളുകളെയാ. അച്ഛൻ്റെയും അനിയൻ്റെയും പ്രാർത്ഥനയും മോളിൽ നിന്ന് അമ്മയുടെ അനുഗ്രഹവും എന്നും നിനക്കുണ്ടാവും. ഇനി നിനക്ക് നല്ല നാളുകളാ, വിശ്വസിക്കുക. വാ, വല്ലതും കഴിക്കാൻ നോക്കാം. അച്ഛനെ വിശക്കുന്നുണ്ട്.
ഉം. കൊള്ളാം. തൃച്ചംബരത്തെ തമ്പുരാട്ടിയുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണല്ലോ. ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നല്ല രസമായിരിക്കും. അപ്പൊ തുടങ്ങിയാലോ? റെഡി വിലാസിനി, റെഡി. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഹലോ, ആ അതെ, ആ ശരിയാ കേട്ടത്, കല്യാണം മുടങ്ങി. ഹാ, അതിപ്പോ രഹസ്യാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല, നാട്ടുകാര് മുഴുവൻ കണ്ടതല്ലേ. ചേടാ, നിങ്ങളുടെ ചോദ്യം കേട്ടാ, ഇതിപ്പോ തൃച്ചംബരത്തെ കല്യാണം മുടങ്ങിയതുപോലെ ആണല്ലോ. ആ, ഇവിടുത്തെ ഒരു ജോലിക്കാരി പെണ്ണിന്റെ കല്യാണം അഖിലേച്ചി ഗ്രാൻഡ് ആയിട്ട് നടത്തി കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് പറയാനാ, പെണ്ണിന് അതിനുള്ള യോഗമില്ല. എന്തൊന്ന് മാനക്കേടോ? ആർക്ക്? അഖിലേച്ചിക്കോ? ആ ആ ആ അങ്ങനെ. ഓ, എന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിലേ ഞങ്ങൾ അങ്ങ് സഹിച്ചു, അത്രേ ഉള്ളൂ. ആ അതെ, അതും ശരി തന്നെയാ. പണ്ട് അരവിന്ദിന്റെ നിശ്ചയവും മുടങ്ങി. അതിനും അവള് തന്നെ കാരണക്കാരിന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ആണോ? എങ്കിലേ കണക്കായി പോയി. ദേ, നിങ്ങളൊന്ന് ഫോൺ വെച്ചിട്ട് പോയേ. ആ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വെച്ചോളാം. നാശങ്ങള്. അയ്യോ, ഇത് എന്തൊരു നാട്ടുകാരാ ചേച്ചി. ദേ, എന്റെ 2 കണ്ണ് പോയാലും കുഴപ്പമില്ല, അയൽക്കാരന്റെ ഒരു കണ്ണെങ്കിലും പൊട്ടിക്കാണണം, അതാ മനസ്സിലിരിപ്പ്. കഷ്ടം തന്നെ. അതിന്റെ ഇടയ്ക്ക് കയറി ഒരു കൊനിഷ്ഠ ചോദ്യം ചോദിച്ച ചേച്ചി കേട്ടില്ലേ? അന്ന് അരവിന്ദിന്റെ നിശ്ചയം മുടക്കിയ അതേ കല്യാണിയുടെ കല്യാണമല്ലേ ഇപ്പം മുടങ്ങിയെന്ന്. എന്താ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നല്ലേ? ചേച്ചി, ഞാൻ ഈ തൃച്ചംബരത്ത് വന്നു കേറിയിട്ട് ഇപ്പൊ 22 വർഷങ്ങളായി. ഇതിനിടയ്ക്ക് ചേച്ചി ഇത്രത്തോളം വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്തിനാ ചേച്ചി ഇങ്ങനെ വിഷമിക്കുന്നേ? ആ പൊട്ടി പെണ്ണിന്റെ കല്യാണം മുടങ്ങിയതിന് ചേച്ചി എന്തിനാ ഇപ്പൊ ഡെസ്പാവുന്നേ? കാര്യമുണ്ട്. മുടങ്ങിപ്പോയത് ഈ വീട്ടിലെ വെറും ജോലിക്കാരിയുടെ കല്യാണമല്ല, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം. അത് മുടങ്ങാൻ പാടില്ലായിരുന്നു ഒരിക്കലും. ഓഹോ, അതൊന്നും പറഞ്ഞിട്ട് ഇനിയിപ്പൊ കാര്യമില്ലല്ലോ. ഇതിനെല്ലാം കാരണക്കാരൻ ആ രാജീവ, ദുഷ്ടൻ. വേണ്ട, ആ പേര് പോലും എനിക്ക് കേൾക്കണ്ട. ആനന്ദിനെയും അരവിന്ദിനെയും പോലെ നീയും എനിക്ക് മോനാ. എന്നെ നിനക്ക് അമ്മയെന്ന് വിളിക്കാമെന്ന് ഞാൻ അവനോട് പറഞ്ഞതാ. എന്നിട്ടും അവൻ എന്നോട് കാണിച്ച നെറികേട്. അതൊക്കെ ശരി തന്നെ. എന്നാലും ചേച്ചി, എനിക്കൊരു സംശയമുണ്ട്. അതെ, എത്ര ആലോചിച്ചിട്ടും മറുപടി കിട്ടാത്ത കാര്യ. അതായത്, രാജീവിനെ പോലൊരു അനാഥ ചെക്കൻ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഈ ജോലിയും വീടും കാറും ഇതുപോലൊരു പെണ്ണിനെ ഉപേക്ഷിച്ചു പോണോങ്കി എന്തെങ്കിലും ഒരു തക്കതായ കാരണം ഉണ്ടാവണ്ടേ? അല്ലാതെ അവന് ഭ്രാന്തൊന്നും ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട്. ഇനിയിപ്പോ കല്യാണി അവന് ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കി പെണ്ണ് കാണാൻ വന്നതിന്റെ അന്നോ നിശ്ചയ ദിവസോ അവന് പറയായിരുന്നല്ലോ. ഇതിപ്പോ സംഗതികൾ കല്യാണ മണ്ഡപം വരെ വന്നിട്ട് അവിടെ നിന്ന് അവനെ കാണാതാവണമെങ്കിലേ ഇതിന്റെ പിന്നിൽ ആരുടെയോ ഒരു ദുഷ്ടലാക്കില്ലേ? അതാ കല്യാണിയാണെന്ന് ഞാൻ പറഞ്ഞ. അവൾ എന്തോ പറഞ്ഞ് ഈ കല്യാണത്തിന്ന് രാജീവിനെ പിന്തിരിപ്പിച്ചതാണെങ്കിലോ? വിലാസിനെ, നീ എന്താ ഇങ്ങനായി പോയത്? നിനക്കവളോട് ദേഷ്യമുണ്ടെന്ന് കരുതി കല്യാണം മുടങ്ങി വിഷമിച്ചു നിൽക്കുന്ന ഒരു പെണ്ണിനെ ഇങ്ങനെ വെറുതെ കുറ്റക്കാരിയാക്കരുത്. ദോഷമായതൊക്കെ. അയ്യോ, എന്ത് ദോഷം ചേച്ചി? ആ കല്യാണിയെ ഞാൻ കുറ്റക്കാരിയാക്കാൻ പറഞ്ഞതല്ല. തക്കതായ കാരണം വെച്ചാ ഞാൻ ഈ സംശയിക്കുന്നേ. അതെ, അല്ലെങ്കിൽ ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നല്ല ജോലി, നല്ല ശമ്പളം, കാറ്, താമസിക്കാൻ വീട്, പോരാത്തതിന് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ സ്വാധീനവും. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു അനാഥ ചെക്കൻ വെറുതെ അങ്ങ് പോവോ? ഇല്ല. ചേച്ചി കാര്യങ്ങൾ ആദ്യം മുതലേ ഒന്ന് ആലോചിച്ച് നോക്ക, അപ്പ സംഗതി പിടികിട്ടും.
തുടക്കം മുതലേ കല്യാണിക്ക് ഈ കല്യാണത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ജീവിതകാലം മുഴുവൻ ഇവിടെ പാചകക്കാരിയായി തുടരണോന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കല്യാണം കഴിയുന്നതോടെ അവള് പാചകക്കാരിയുടെ പണി ഉപേക്ഷിച്ചു പോണോന്ന് ചേച്ചി നിർബന്ധം പിടിച്ചു. അതുകൊണ്ടാ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം വന്നത്. കല്യാണി രാജീവിന്റെ കാല് പിടിച്ച് പറഞ്ഞു കാണും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ. താലി കെട്ടാൻ പോകുന്ന പെണ്ണ് കാല് പിടിച്ച് കെട്ടരുതെന്ന് പറയുമ്പോ ഏതൊരാണും മടിക്കും ചേച്ചി. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു കുരിശിനെ എടുത്ത് തോളത്ത് കയറ്റുന്നേന്ന്? ഇവിടെ ഇപ്പൊ രാജീവും. മാഡം രാജീവിന്റെ ഫ്രണ്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹാളിൽ നിൽക്കോ? ഞാൻ ആരാണെന്ന് അറിയാമല്ലോ. ഞാൻ ചിലത് ചോദിക്കും. സത്യം സത്യമായിട്ട് വേണം പറയാൻ. രാജീവ് എവിടെയുണ്ട്? ചോദിച്ചത് കേട്ടില്ലേടാ? അവനിപ്പോ എവിടെയുണ്ടെന്ന് അറിയില്ല മാഡം. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അതുകൊണ്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല. കള്ളം! അവനെ ഒളിപ്പിച്ചു വെച്ചിട്ട് നീ അഭിനയിക്കാൻ നിന്നോ അറിയാലോ. കുടുംബത്തോടെ ഇല്ലാതാക്കി കളയും ഈ അഖിലാണ്ടേശ്വരി. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. അവനിപ്പോ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞ സത്യമാണ് മാഡം. എന്നെ കൊന്നാലും രാജീവ് എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. മാഡം ഞാൻ പറയുന്നത് വിശ്വസിക്കണം പ്ലീസ്. അപ്പൊ ഈ കല്യാണത്തെക്കുറിച്ച് നിന്റെ കൂട്ടുകാരൻ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു? ഈ കല്യാണം നടക്കുന്ന കാര്യത്തിൽ രാജീവ് വളരെ സന്തോഷത്തിലായിരുന്നു. കല്യാണം ഉറപ്പിച്ച ശേഷം അവൻ എപ്പോഴും കല്യാണിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കല്യാണി അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു മാഡം. കല്യാണിക്ക് ഇഷ്ടപ്പെട്ട സാരി വാങ്ങിക്കൊടുക്കാൻ അവൻ എന്നോട് കടമായിട്ട് പണം വരെ ചോദിച്ചിട്ടുണ്ട്. അത്ര ഇഷ്ടമായിരുന്നു അവന് കല്യാണി. പക്ഷേ മാഡം, രാജീവ് കല്യാണി ഇഷ്ടപ്പെട്ടിരുന്ന പോലെ കല്യാണിക്ക് രാജീവിന് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് മാഡം. അത് മനസ്സിലായില്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ കാരണം എന്താ? രാജീവ് എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതല്ല മാഡം, രാജീവ് കല്യാണിയോട് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഫോൺ വിളിക്കുമ്പോൾ പലപ്പോഴും കല്യാണി അത് അറ്റൻഡ് പോലും ചെയ്യാറില്ലായിരുന്നു. ഒരുപക്ഷെ ഫോൺ എടുത്താൽ തന്നെ ഒരു വാക്ക് സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്ത് കളയും. അപ്പോഴൊക്കെ രാജീവ് അപ്സെറ്റ് ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കേട്ടില്ലേ ചേച്ചി? ഇത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞത്. കല്യാണി തന്നെയായിരിക്കും രാജീവിനെ എന്തെങ്കിലും പറഞ്ഞു മയക്കി ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞപ്പോ ചേച്ചിക്ക് വിശ്വാസം ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്തായി? അവനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ എന്നെ അറിയിച്ചിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി മാഡം, അറിയിച്ചോളാം. ശരി, പൊയ്ക്കോ. കല്യാണം കഴിഞ്ഞാലും എനിക്ക് ഇവിടുത്തെ പാചകക്കാരിയായി തുടരണമെന്ന് ആഗ്രഹം. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. എനിക്ക് പോകാൻ വലിയ പ്രയാസമാണ്. ഞാൻ മരിച്ചു പോവും. നോ, ആരും ഇത് കാരണം മരിക്കാനൊന്നും പോകുന്നില്ല. ഇതെന്റെ തീരുമാനം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ തീരുമാനം. മാഡം, 25 വർഷം മുമ്പ് നല്ല മഴയുള്ളൊരു ദിവസം ഒരു ജോലി അന്വേഷിച്ച് വന്ന ഞാൻ ഈ തൃച്ചംബരത്ത്. അന്ന് മുതൽ ഇവിടുത്തെ തണലിലായിരുന്നു. ഒന്നിനൊരു കുറവ് അറിഞ്ഞിട്ടില്ല.
മോള് വളർന്നപ്പോ അമ്മയില്ലാത്ത കുഞ്ഞല്ലേ, അതിനെങ്ങനെ കെട്ടിച്ചു വിടണമെന്ന ചിന്ത വരും മുമ്പേ ഈ വലിയ മനസ്സ് അവളുടെ കല്യാണം ഉറപ്പിച്ചു. പക്ഷേ എന്റെ കുഞ്ഞിന് യോഗമില്ലാതായിപ്പോയി. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷേ ഇപ്പൊ ആളുകൾ കണ്ണും കാതും വെച്ച ഓരോ കഥകൾ ഉണ്ടാക്കി പറയുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയും വയ്യ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നാട്ടിലേക്ക് പോവാ. മാഡം അനുവാദം തരണം. ഈ മനസ്സിന്റെ അനുവാദം ഇല്ലാതെ എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. എന്നെ പോകാൻ അനുവദിക്കണം. ഓ ദാസേട്ടാ, മകളുടെ കല്യാണം മുടങ്ങിയ ഒരു അച്ഛന്റെ വേദനയൊക്കെ എനിക്കും ചേച്ചിക്കും മനസ്സിലാവും. പക്ഷേ ഈ വേദനയും സങ്കടമൊന്നും ദാസേട്ടന്റെ മകളുടെ മുഖത്ത് കാണാനില്ലല്ലോ. എന്തു പറ്റി? ഓ നാട് വിട്ട് പോകുന്ന പോലും. നിങ്ങളെ ഈ നാട്ടിൽ എത്ര പേർക്ക് അറിയാം? വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേർക്ക് അല്ലേ? അങ്ങനെയുള്ള നിങ്ങൾ അപമാനം ഭയന്ന് നാട് വിട്ടു പോകുന്നെന്ന് പറയുമ്പോ നാട് മുഴുവൻ അറിയപ്പെടുന്ന തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ചേച്ചിക്ക് ഇനി നാട്ടുകാരുടെ മുമ്പിൽ തലയുയർത്തി നടക്കാൻ പറ്റുമോ? പറ, കേക്കട്ടെ. ചേച്ചിയുടെ അവസ്ഥയ്ക്ക് ആരാ കാരണം? പറ. അവൾ ഒറ്റ ഒരുത്തി, ആ കല്യാണി, നിങ്ങളുടെ മകൾ. എന്താ മനസ്സിലാകാത്തൊരു നോട്ടം? കല്യാണ മണ്ഡപത്തിൽ നിന്ന് കല്യാണ ചെക്കൻ ഒളിച്ചോടിയിട്ടുണ്ടെങ്കിലേ അതിന്റെ കാരണം എന്താന്നൊക്കെ അവക്കറിയാം. നിങ്ങളുടെ മകൾക്ക്. അതാ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ അസംബന്ധങ്ങളാ മാഡം നിങ്ങൾ ഈ പറയുന്നത്? എന്റെ മോളെ ഇങ്ങനെ അസംബന്ധമല്ല, നല്ല ഒന്നാന്തര സംബന്ധമുള്ള കാര്യം ഞാൻ പറഞ്ഞ. അവള് ആ കല്യാണിയാ കരഞ്ഞും പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും രാജീവിനെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടിച്ചു വിട്ടത്. ഞങ്ങൾക്ക് 100% ഉറപ്പാ. മാഡം ദേവി ഇതിങ്ങനെയൊന്നും പറയരുത്. കല്യാണം മുടങ്ങി നിൽക്കുന്ന പെണ്ണാവള്. മാഡം തീരുമാനിച്ചുറപ്പിച്ച കല്യാണം എന്റെ മോളായിട്ട് മുടക്കില്ല, അതെനിക്ക് ഉറപ്പാ. വെറുതെ അവളുടെ മേൽ ഈ വിഷയത്തിൽ പഴിയാരരുത് പ്ലീസ്. പഴിയല്ല, പരമാർത്ഥം. ഞാനും പെറ്റതാ ഒരു പെണ്ണിനെ. വെറുതെ പഴിചാരിയതൊന്നുമല്ല. വിലാസിന് തെളിവോടെയേ കാര്യങ്ങൾ പറയാറുള്ളൂ. കല്യാണിക്ക് രാജീവിനോട് അത്ര താല്പര്യമില്ലായിരുന്നു എന്ന് രാജീവിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് അഖിലേച്ചിയും കേട്ടതാണല്ലോ. അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ കല്യാണം വേണ്ടാ വേണ്ടാന്ന് അവൾ ആദ്യം മുതലേ പറയുന്നതല്ലേ. അഖിലേച്ചിയാ അവളെ നിർബന്ധിച്ച് കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. അവള് നോക്കിയപ്പോ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ കല്യാണം മുടക്കാൻ ഒരു വഴിയെ കണ്ടോളൂ. രാജീവിനെ പറഞ്ഞ് പിന്മാറ്റുക. അതവള് ചെയ്തു. ഒരിക്കലും അല്ല മാഡം, ഇങ്ങനൊന്നും പറയരുത്. എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല, ഞാൻ ആണയിടാം. എന്റെ ദാസേട്ടാ, നിങ്ങൾ ഇങ്ങനെ പച്ച പരമാർത്ഥിയായി പോയല്ലോ. കല്യാണം മുടങ്ങിയിട്ടും അവളൊരു കൂസലും ഇല്ലാതെ നടക്കുന്നത് കാണുമ്പോ അറിയില്ലേ ഇത് മുടങ്ങിയതിൽ അവൾക്ക് ഒട്ടും സങ്കടം ഇല്ലാതെ. അവള് പഠിച്ച കള്ളിയാ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ അവളെ? തെറ്റ്. എനിക്ക് എന്റെ മോളെ നന്നായിട്ട് അറിയുള്ളൂ. അവൾ ഇങ്ങനൊന്നും ചെയ്യില്ല. ഞാൻ അവൾ ഇവിടെ കൊണ്ടുവരാം. ഈ കല്യാണം മുടങ്ങിയതിൽ അവൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞാൽ ഇവിടെ മാഡത്തിന് മുമ്പിൽ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലും ഞാൻ അവളെ.